ഹായ്, നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതാണ് എപ്പോഴാണ് നമുക്ക് ഈ പോസ്റ്റ്പാർട്ടം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ 2 മന്ത്സിന് ശേഷം മാത്രമായിരിക്കും ക്ലയൻസിനെ എടുത്ത് തുടങ്ങുന്നത്. ഇനിയിപ്പം സി സെക്ഷൻ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 3 മന്ത്സ് അഥവാ 90 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളിവിടെ ക്ലയൻസിനെ എൻറോൾ ആക്കുന്നത്. ഇതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് ആക്ച്വലി ഇത്രത്തോളം ടൈം പീരീഡ് എടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പെട്ടെന്ന് ഒരു ഡയറ്റും വർക്കൗട്ടും എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി സമയത്തൊക്കെ വന്ന ആ വെയിറ്റ് ഉറപ്പായിട്ടും റിവേഴ്സ് ചെയ്ത് പഴയ വെയിറ്റിലോട്ട് കൊണ്ടെത്താനായിട്ട് പറ്റുന്നതാണ്. ഇതിന് അറ്റ്ലീസ്റ്റ് എടുക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 മന്ത്സ് ആണ്. കാരണം നമ്മൾ ഒരു പോസ്റ്റ്പാർട്ടം വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മദറിന്റെ ഹെൽത്തും അതേപോലെ തന്നെ ഫീഡിങ് മദർ ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഡയറ്റും വർക്കൗട്ട് സ്കെഡ്യൂൾസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും പോസ്റ്റ്പാർട്ടം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ എനിക്ക് പോസ്റ്റ്പാർട്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എന്താ പറയുന്ന ന്യൂ മോംസിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റിനകത്ത് കൺസിസ്റ്റന്റ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആണ് നിങ്ങൾ സപ്ലിമെന്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് എങ്കിലും കാൽഷ്യവും അതേപോലെ തന്നെ മൾട്ടി വൈറ്റമിനും അയണും നിങ്ങളുടെ ആ ഒരു ഡയറ്റ് അല്ലെങ്കിൽ റുട്ടീൻ്റെ പാർട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക പ്രോപ്പർ ആയിട്ടൊരു ഡയറ്റിൽ കൂടെ അല്ലെങ്കിൽ വർക്കൗട്ട് സ്കെഡ്യൂളിൽ കൂടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാവുന്നതാണ്. താങ്ക്